ഹലോ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻസ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് താമസിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഇന്നത്തെ ക്വസ്റ്റ്യൻ മിസ്സിന് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ദാറ്റ് ഈസ്, വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റഡ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ? ഇന്ത്യയിലെ ഏത് നഗരമാണ് ആദ്യത്തെ ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്തത്? അതിന് എന്താണ് ആതിഥേയത്വം വഹിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഏത് നഗരമാണ്, ഏത് സിറ്റി ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വേണോ? യെസ്, ഐ ക്യാൻ ഗിവ് യു ഓപ്ഷൻസ്. ഓക്കെ. ഫസ്റ്റ് വൺ ഇസ് ന്യൂഡൽഹി, സെക്കൻഡ് വൺ മുംബൈ, തേർഡ് വൺ ജോധ്പൂർ ആൻഡ് ഫോർത്ത് വൺ ഇസ് ബാംഗ്ലൂർ. ഓക്കെ. ഇതിലെ ഏത് നഗരമാണ്, ഈ 4 ഓപ്ഷൻസിൽ ഏത് നഗരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ. അപ്പൊ ആൻസർ നമുക്ക് ക്ലാസ്സിന്റെ അവസാനം പറയാം. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. മിസ് എന്നും പറയുന്ന പോലെ തന്നെ നിയോ ഹോം ട്യൂഷൻസ് ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നും രാവിലെ 8 മണിക്ക് ലൈവ് സെഷൻസ് സൂമിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. വേണ്ടവരെ ക്ലാസ്സുകൾ ഏതൊക്കെയാണോ സബ്ജക്റ്റ് അനുസരിച്ച് വേണ്ട ജോയിൻ ചെയ്യുക. ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ള മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ നൗ വി ക്യാൻ ഗോ ടു ദ ക്ലാസ്. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലേ? കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ എന്താണ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. വെർണേഴ്സ് തിയറി പഠിച്ചു അല്ലേ? യെസ്, വെർണേഴ്സ് തിയറി പഠിച്ചു. പിന്നെന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ ഓരോരോ ടേംസ് ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്തു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഇന്നലെ നോക്കി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്? യെസ്, വി ആർ ഗോയിങ് ടു നെയിം എ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഒരു കോർഡിനേറ്റ് കോമ്പൗണ്ടിനെ നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് അല്ലെ? നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും അവർക്ക് പേര് കൊടുക്കത്തില്ലേ? എന്താ നൂലുകെട്ട് ഒക്കെ നടത്തിയിട്ട് പേര് കൊടുക്കും അല്ലെ? നമുക്ക് വെറുതെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനെ കേട്ടി രമേശ്, സുരേഷ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അവർക്ക് പേര് കൊടുക്കുന്നതിന് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, കുറെ റൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് റൂൾസ് ആണ് നമ്മൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്നത്. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുത്ത് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും, ഫെമിലിയർ വിത്ത് ദാറ്റ്. ഓക്കെ. പക്ഷെ ഇവിടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാനായിട്ട് കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ഇന്നൊരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ്, കോർഡിനേഷൻ കോമ്പൗണ്ടിന് പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ലിഗാൻസിന്റെ പേര് അറിഞ്ഞിരിക്കണം അല്ലെ? ഓരോ ലിഗാൻഡിനെയും നമ്മൾ വിളിക്കുന്ന സ്പെസിഫിക് പേരുകളുണ്ട്. ആ പേരുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ ലെറ്റ് സി സം എക്സാമ്പിൾസ് ഫോർ ദ ലിഗാൻസ്. ഈ ലിഗാൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെയാണ് മിസ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പഠിക്കണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾ കുറച്ച് ഇങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഫെമിലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ലിഗാൻസ് എല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരും. അതൊരു എന്താണ്, അന്നേരം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അത് തോന്നത്തില്ല. ഇപ്പൊ ആദ്യം കേൾക്കുമ്പോൾ ഒരു ഒരു ഞെട്ടലും ഒരു ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഡോണ്ട് വറി, മുന്നോട്ട് പോകും തോറും അത് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. നമ്മുടെ ജേർണി കുറച്ചുകൂടെ സ്മൂത്ത് ആവും. നമ്മൾ കൂടുതൽ ഫെമിലിയർ ആവും, ഓക്കെ ആവും. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ലിഗാൻസ് എന്താന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞിരുന്ന അല്ലെ? എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം. ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 2 വാലൻസികൾ, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആരാണ്? സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന അവയാണ് നമ്മൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ ലിഗാൻസ് എന്ന് വിളിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്, ഇതിനു മുമ്പത്തെ പ്രീവിയസ് ക്ലാസ് ഒന്ന് എടുത്ത് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ വീഡിയോ ലിസ്റ്റിൽ തന്നെ ആ ക്ലാസ്സും കിടപ്പുണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട് പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക. അതൊന്നുകൂടെ പോയി കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഫെമിലിയർ ആവും. യെസ്, ഫസ്റ്റ് വൺ നമുക്ക് നോക്കൂ. ലിഗാൻസിനെ നമുക്ക് പല ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സി,
ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കൂ, ദീസ് ആർ കോൾഡ് ദ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. ഇവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സിന് കുറെ എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു ലിഗാൻഡില് ഒരു ഡോണർ ആറ്റം മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോണർ ആറ്റം അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്യാനായിട്ട്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ലിഗാൻഡിൽ ഒരാറ്റം മാത്രമേ ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയാം. നോക്കൂ, നിങ്ങൾ എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഇസ് അമീൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, മിസ്സേ NH3 എന്ന് പറഞ്ഞാൽ അമോണിയ അല്ലേ? ആഹാ, ഇവിടെ വന്നപ്പോ അതങ്ങനെ അമീൻ ആയത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അമോണിയ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് NH3 വരുമ്പം, അല്ലെങ്കിൽ ഒരു ലിഗാൻഡ് ആയിട്ട് NH3 ആക്ട് ചെയ്യുമ്പം അതിനെ നമ്മൾ അമീൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അല്ലാത്തപ്പോ നമ്മൾ NH3 എന്താണ്? റോട്ടൺ എഗിന്റെ മണമുള്ള, അല്ലെ, ചീഞ്ഞ മുട്ടയുടെ മണമുള്ള ഒരു ഗ്യാസ് ആണ് അമോണിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമോണിയ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ നിങ്ങൾ ഓഫ് കോഴ്സ് ലാബിൽ കയറി ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അമോണിയയുടെ ആ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവും. അത് മിസ്സിന് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? NH3 ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ അവയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അമീൻ, അമീൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ H2O എന്ന് പറഞ്ഞാൽ വാട്ടർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ലിഗാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് കോൾഡ് അക്വ. എന്താണ്? H2O ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? യെസ്, അക്വ. സിമിലർലി CO നമ്മൾ കാർബൺ മോണോക്സൈഡ് എന്നാണ് ജനറലി പറയുന്നത്. ബട്ട് വെൻ ഇറ്റ് കം ഇൻ ടു ദ കേസ് ഓഫ് എ കോർഡിനേഷൻ കോമ്പൗണ്ട്, ഇറ്റ് ഇസ് കാർബണൈൽ ഗ്രൂപ്പ് ആണ്. അതുപോലെ ഇതേതാണ്? CH3NH2, ദാറ്റ് ഇസ് മീഥൈൽ അമീൻ. OH മൈനസ്, ദാറ്റ് ഇസ് ഹൈഡ്രോക്സോ. ക്ലോറിഡോ, ബ്രോമിഡോ, സൾഫേറ്റോ. കണ്ടോ? എല്ലാത്തിനും ഒരു സ്റ്റൈലിഷ്നെസ് കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? കോർഡിനേഷൻ കോമ്പൗണ്ട് കേസ് വരുമ്പോ കുറച്ച് സ്റ്റൈൽ ഉണ്ട് മാർക്കൊക്കെ, അതാണ് കാര്യം. ഓക്കെ. അപ്പം ഇവയെല്ലാം നമ്മൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുന്നതിന് കാരണം ഇവയിലെല്ലാം ഒരു ഡോണർ ആറ്റമേ ഉണ്ടാവൂ, അഥവാ ഇവയിലെ ഈ ഗ്രൂപ്പുകളിലെ ഒരാറ്റം മാത്രമേ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുള്ളൂ. നോക്കൂ, ഇപ്പം അമീൻ എടുത്തു കഴിഞ്ഞാൽ അമീനിനകത്തെ എപ്പോഴും ഡോണർ ആറ്റം എന്ന് പറയുന്നത് ഏതായിരിക്കും? നൈട്രജൻ ആയിരിക്കും. അതായത് വി നോ നൈട്രജൻ ഹാവ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? ആ നൈട്രജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതുവഴിയാണ് എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ബോണ്ടിങ് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പം ഏതാണ് H2O, അക്വ എടുക്കുമ്പോഴത്തേനും ഓക്സിജൻ വഴിയായിരിക്കും എന്താണ് ലിങ്കിങ് നടക്കുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഓക്സിജൻ വഴിയായിരിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന മോണോഡെൻഡേറ്റ് ലിഗാൻസിലെല്ലാം ഒരു ഡോണർ ആറ്റമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വഴി മാത്രം, അല്ലെങ്കിൽ ഒരു കൈ ഉപയോഗിച്ച് മാത്രം, ഒരു ഹാൻഡ് ഉപയോഗിച്ച് മാത്രമായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റത്തെ അവര് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, വാട്ട്സ് മീൻ ബൈ ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? യെസ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് ഡോണർ ആറ്റംസ് കാണും. രണ്ട് ഡോണർ ആറ്റംസ് മീൻസ് എന്താണ്? രണ്ട് ഡോണർ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവര് രണ്ട് വഴികളിലൂടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തെ പിടിക്കും. ഓക്കെ, ഈ വഴിയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ വഴിയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് പോസിബിൾ വേസ് ഉണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തുമായിട്ട് ബോണ്ടിങ് ഫോം ചെയ്യാനായിട്ട്. അവർക്ക് രണ്ട് പോസിബിൾ വേസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് രണ്ട് ഡോണർ ആറ്റം ഉണ്ട്. അത്തരം ലിഗാൻഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ഡൈഡെൻഡേറ്റ് ലിഗാൻഡ്സ്. ഡൈഡെൻഡേറ്റ് ലിഗാൻഡ് എക്സാമ്പിൾ ആണ് ദാറ്റ് ഈസ് ഈഥൈൻ 1,2 ഡൈയമീൻ, അല്ലെങ്കിൽ എഥിലീൻ 1 ഡൈയമീൻ, അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ EN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഒരു ലോങ് നെയിം അല്ലേ, അപ്പൊ ആ ലോങ് നെയിം ഒക്കെ ഇങ്ങനെ നീട്ടി പിടിച്ച് എഴുതുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ചെല്ലപ്പേര്, അല്ലെ, ഒരു ഷോർട്ട് നെയിം, ഒരു പെറ്റ് നെയിം അവർക്കും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് EN. ഇപ്പൊ നിങ്ങൾ കരുതും കെമിസ്ട്രിയിൽ മുഴുവൻ പെറ്റ് നെയിംസ് ആണ്. കെമിസ്ട്രിയിൽ മിക്കവാറും എല്ലാവർക്കും എന്തുണ്ട്?
യെസ്, പെറ്റ് നെയിംസ് ഉണ്ട്, ഷോർട്ട് നെയിംസ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എത്തിലീൻ ഡൈയമീൻ അല്ലെങ്കിൽ ഈത്തീൻ 1,2 ഡൈയമീൻ, EN ഇതൊക്കെ പറയുന്ന ആരെയാണ്? ഒരാളെയാണെന്ന് ചിന്തിക്കുക, പലരല്ല, ആളൊന്നാണ്. ആൻഡ് സെക്കൻഡ് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്, ദാറ്റ് ഈസ് ഓക്സലേറ്റോ. എന്താണ്? ഓക്സലേറ്റോ. അപ്പം രണ്ട് ഡോണർ ആറ്റം വഴിയും ഇവർക്ക് ആരുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും? സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ ഹിയർ ഇറ്റ് ഈസ് കോൾഡ് പോളിഡെന്റേറ്റ് ലിഗാൻഡ്സ്. അതും നിങ്ങൾക്ക് പറയാമല്ലോ. പോളിഡെന്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് രണ്ടിലധികം ഡോണർ ആറ്റംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഡെന്റിസിറ്റി എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതലായിരിക്കും. ഓക്കെ, അതിപ്പോ നിങ്ങൾ ഇപ്പൊ ഈ ഒരെണ്ണം പഠിച്ചാൽ മതി. ശ്രദ്ധിച്ചിരുന്നേ, ദാറ്റ് ഈസ് എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഓക്കെ, എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് എപ്പോഴും നിങ്ങൾ പറയണ്ട. അതിന് പകരം നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി? യെസ്, ദാറ്റ് ഈസ് EDTA. ഓക്കെ, അതിന്റെ ഷോർട്ട് നെയിം ആണ് അല്ലെങ്കിൽ പെറ്റ് നെയിം ആണ് EDTA. അപ്പൊ ഇത് ഓർത്തോളുക. ഈ എഥിലീൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡിന്റെ ഡെന്റിസിറ്റി എന്ന് പറയുന്നത് ഒരു 6 ആണ്, 6 ആണ്. അതായത് 6 ഡോണർ ആറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് 6 പോസിബിൾ വേസിൽ കൂടെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർക്ക് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 6 ബോണ്ടുകൾ ഫോം ചെയ്യാനായിട്ട്, 6 ലിങ്കേജുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് EDTA വിത്ത് ഡെന്റിസിറ്റി 6. ദെൻ ഇനി നോക്കൂ, ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 2 ഡോണർ ആറ്റം ഉണ്ട്, 2 ടൈപ്പ് ഓഫ് ഡോണർ ആറ്റം ഉണ്ട്. ഈവൻ ദോ അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരു പോസിബിൾ ലിങ്കേജേ പറ്റൂ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. നോക്കൂ, നിങ്ങൾ എക്സാമ്പിൾ നോക്കിയേ. ഇപ്പം ZN, ഈ ഗ്രൂപ്പില് അവർക്ക് എയ്തർ കാർബൺ വഴിയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നൈട്രജൻ വഴിയും സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് രണ്ടും ഒരുമിച്ച് പോസിബിൾ അല്ല. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. എയ്തർ കാർബൺ വഴി അറ്റാച്ച്മെന്റ് പോസിബിൾ ആണ്. കാർബൺ വഴി സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ ആ ലിഗാൻഡിനെ നമ്മൾ സയാനോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അതല്ല, ഇതേ സാധനം തന്നെ നോക്കൂ, ഇത് രണ്ടും സെയിം ആട്ടോ. ഇനി ഈ ഗ്രൂപ്പിനെ CNന്റെ ലിങ്കേജ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്കുള്ളത് നൈട്രജൻ വഴിയാണ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ദാറ്റ് ഈസ് ഐസോസയാനോ. എന്താണ്? ഐസോസയാനോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിന്റെ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ഇതല്ല. ഇത് നോക്കൂ, ഇത് രണ്ടും ഒരേ ആൾക്കാരാണ്. അടുത്തത് ഈ എക്സാമ്പിൾ നോക്കിയേ, ഇത് രണ്ടും ഒരേ ആൾക്കാരാണ്. നോക്കിയേ, ഇതിന്റെ എങ്ങനെയാ? ഇതിപ്പം NO2 ഗ്രൂപ്പ്. ഓക്കെ, NO2 ഗ്രൂപ്പിന്റെ നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അവയെ നമ്മൾ നൈട്രിറ്റോ N എന്ന് വിളിക്കും. എന്താണ്? നൈട്രിറ്റോ N. സിമിലർലി ഓക്സിജൻ വഴിയാണ് ലിങ്കേജ് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ നൈട്രിറ്റോ O എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് നോക്കിയേ, ഈ 2 ഗ്രൂപ്പുകൾ നോക്കിയേ, ഈ 2 ഗ്രൂപ്പുകളും സെയിം ആണ്. ഇതെങ്ങനെയാ വരുന്നത്? ഇത് നോക്കൂ, തയോസൈനേറ്റോ അല്ലെ? SCN എന്ന ഗ്രൂപ്പില് സൾഫർ വഴിയാണ് ലിങ്കേജ് നടക്കുന്നതെങ്കിൽ അതിനെ തയോസൈനേറ്റോ എന്നും, ഇനി അതല്ല, അതിനകത്തെ നൈട്രജൻ വഴിയാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ഐസോ തയോസൈനേറ്റോ എന്നും പറയുന്നു. ഓക്കെ, അപ്പം എന്താണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ? ദേ ഹാവ് 2 ഡോണർ ആറ്റംസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം only 1 ഡോണർ ആറ്റം, ഒരു ഡോണർ ആറ്റം വഴിയുള്ള ലിങ്കേജ് മാത്രമായിരിക്കും പോസിബിൾ ആവുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരു ഡോണർ ആറ്റം വഴിയുള്ള ലിങ്കേജ് മാത്രമാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡിൽ പോസിബിൾ. പക്ഷെ ഡൈഡെന്റേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 2 ഡോണർ ആറ്റംസും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ 2 ഡോണർ ആറ്റംസ് വഴിയും നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്കേജ് പോസിബിൾ ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ആണല്ലോ? ഈ ലിഗാൻഡും ഇവയുടെ പേരുകളും ഇതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേരിടാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ലിഗാൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ന്യൂട്രൽ ചാർജ് ഇല്ലാത്ത ലിഗാൻസ് ഉണ്ട്. ഇപ്പൊ നോക്കി, അമോണിയ അല്ല, അമീൻ, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പൊ അമീൻ, അക്വ, ഇതുപോലെയുള്ള ലിഗാൻസ് അതൊക്കെ എന്താണ്? ന്യൂട്രൽ ലിഗാൻസ് ആണ് അല്ലെ? അവയ്ക്ക് ചാർജ് ഇല്ല.
അതേ സമയത്ത് ഇവയൊക്കെ നോക്കി ഹൈഡ്രോക്സോ, ക്ലോറിഡോ, ബ്രോമിഡോ, സൾഫേറ്റോ, ഇതാ ഇവിടെ നോക്കൂ ഓക്സലേറ്റോ, ഇവയൊക്കെ എന്താണ്? ആനയോൺസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ലിഗാൻസ് ആണ്. അതിനെ നമ്മൾ അവയുടെ എല്ലാം പേരുകൾ അവസാനിക്കുന്നത് ഓക്സോ ഉണ്ടോ, ക്ലോറിഡോ, ബ്രോമിഡോ, സൾഫേറ്റോ, തയോസൈനേറ്റോ, ഐസോതയോസൈനേറ്റോ, ഓ ഓ ഓ ആ രീതിയിലായിരിക്കും നെഗറ്റീവ് ചാർജുള്ള എന്താണ് അയോണുകളുടെ എല്ലാം, നോട്ട് അയോണുകൾ, ലിഗാൻസ്. നെഗറ്റീവ് ചാർജുള്ള ലിഗാൻസിന്റെ എല്ലാം പേര് അവസാനിക്കുന്നത് ഓ ഓ ഓ ഓ കണ്ടോ, സയാനോ, ഐസോസയാനോ എല്ലാം അങ്ങനെയായിരിക്കും അവസാനിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ പേരിടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് മുന്നോട്ട് പോകും തോറും നോക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. അടുത്ത സ്ലൈഡ് വരുമ്പോഴത്തേനും ദീസ് ആർ ദ റൂൾസ് ഫോർ ദ നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ കുറെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് മിസ് പറഞ്ഞു. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിലും റൂൾസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് റൂൾസ് പറയുന്നില്ല. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജനറൽ ആയിട്ട് ഞാൻ ആ റൂൾസ് ഒന്ന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ഓക്കെ, ഈ റൂൾസ് നിങ്ങൾക്കൊന്ന് ഫോർ യുവർ റെഫറൻസ് ഞാൻ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. റൂൾസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ അതിന്റെ കൂട്ടത്തിൽ റൂളുകൾ പറഞ്ഞു പോകാം, എങ്ങനെയാണ് വരുന്നത്. അപ്പം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? സെൻട്രൽ മെറ്റൽ, ആദ്യത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കോർഡിനേഷൻ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈ മിസ് പറഞ്ഞു തരുന്ന ഈ രീതിയിൽ നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാ മിസ് ഇന്നലത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? സെൻട്രൽ മെറ്റൽ ആറ്റം ഒഴികെയുള്ള ബാക്കി എല്ലാ ഗ്രൂപ്പുകളുടെയും, ആറ്റംസിന്റെയോ ലിഗാൻസിന്റെയോ അവയുടെ എല്ലാം എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കൂട്ടണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എഴുതിയാൽ എന്ത് കിട്ടും? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വൺ, ദിസ് ഇസ് ദ അമീൻ. ഏത് ലിഗാൻഡ് ആണ്? അമീൻ ലിഗാൻഡ് ആണ്. അമീൻ ലിഗാൻഡ് ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ് അല്ലെ? അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. അതിന്റെ ചാർജ് എത്രയാണ്? 0. ദെൻ അടുത്ത ലിഗാൻഡ് ഏതാണ്? അക്വ അല്ലെ? അക്വ ലിഗാൻഡും എന്താണ്? ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് അതിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എത്രയാ വരുന്നത്? 0. എന്റെ 0 ഒക്കെ ഈ പേന ഇട്ട് ഇങ്ങനെ എഴുതുമ്പം വേറെ പോലെ, എന്തോ മാങ്ങ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഈ പേന വെച്ച് ഇങ്ങനെ എഴുതുമ്പോ എനിക്ക് ഇങ്ങനെ വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ലിഗാൻഡിന്റെ എല്ലാം എന്താണ്? 0 ആണ്. ഓക്കെ, 0 ആണ്. ഇനി എന്താ വേണ്ടത് നമുക്ക്? കൗണ്ടർ അയോൺ. ഈ പുറത്ത് കിടക്കുന്ന അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കൗണ്ടർ അയോൺ. കൗണ്ടർ അയോൺ വരുമ്പോഴത്തേനും ഒരു ക്ലോറിന്റെ ചാർജ് എത്രയാണ്? -1 അല്ലെ? ഒരു ക്ലോറിന്റെ ചാർജ് -1. ഓക്കെ, ഒരു ക്ലോറിന്റെ ചാർജ് -1. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ക്ലോറിൻ. അപ്പം എത്ര വരും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? യെസ്, -3 അല്ലെ? -3 ആണ് വരുന്നത്. അപ്പം എല്ലാ സെൻട്രൽ മെറ്റൽ ആറ്റം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആറ്റംസിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തമ്മിൽ ഒന്ന് ആഡ് ചെയ്തേ. 0 + 0 + -3 എത്ര വരും? -3 അല്ലെ? ഇനി എന്താ മിസ് പറഞ്ഞത്? അതിന്റെ സൈൻ നേരെ ചേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ എത്രയാണ്? -3 ആണ്. -3യുടെ സൈൻ നേരെ ചേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് +3. So that +3 is the oxidation state or the oxidation number for the chromium, the central metal atom. ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെത് +3 ആണ് നമുക്ക് കിട്ടി. അപ്പൊ ഇത് കിട്ടി.
ആ ഇനി നമ്മൾ പേര് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ളത് ആരാണോ അവരുടെ പേര് ആദ്യം എഴുതുക. തുടങ്ങുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ആരാണോ അവരുടെ പേര് ആദ്യം എഴുതുക. ഇവിടെ നോക്കിയേ, ദിസ് ഇസ് ദ കോർഡിനേഷൻ സ്ഫിയർ. ഇതാണ് കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ കൗണ്ടർ അയോൺ. അല്ലെ? ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം, ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ദിസ് ഇസ് കോൾഡ് കോർഡിനേഷൻ സ്ഫിയർ. അപ്പൊ ഈ കോർഡിനേഷൻ സ്ഫിയറിലാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. അപ്പൊ ആദ്യം അതിന്റെ പേര് നമുക്ക് കൊടുക്കാം. ഇതിനകത്ത് തന്നെ ആരുടെ പേരാണ് നമ്മൾ ആദ്യം പറയേണ്ടത്? ലിഗാൻസിന്റെ പേരാണ് ആദ്യം പറയേണ്ടത്. ലിഗാൻസിന്റെ പേര് പറയുമ്പോൾ ഡിഫറെന്റ് ലിഗാൻസ് ആണെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഹോമോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ഹെട്രോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ നിങ്ങൾ ഈ തന്നിരിക്കുന്ന, ഞാൻ മിസ് തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത് ഒരു ഹെട്രോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ രണ്ട് ടൈപ്പ് ലിഗാൻസ് ഇല്ലേ? അമീൻ എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ലിഗാൻഡും ഉണ്ട്, അക്വ എന്ന് പറഞ്ഞ മറ്റൊരു ടൈപ്പ് ലിഗാൻഡും ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിഗാൻസ് ഉള്ളതുകൊണ്ട് വി ക്യാൻ സേ ദിസ് ഇസ് എ ഹെട്രോലെപ്റ്റിക് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിഗാൻസ് വരുമ്പോൾ ആരുടെ പേര് ആദ്യം എഴുതണം? ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച് ആരുടെ പേരാണോ ആദ്യം വരുന്നത് അവരുടെ പേര് ആദ്യം എഴുതുക. അപ്പൊ ഇവിടെ നോക്കിയേ, അമീനും ഉണ്ട് അക്വായും ഉണ്ട്. രണ്ടും ഏതാണ്? എ വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തപ്പോ എന്ത് ചെയ്യണം? സെക്കൻഡ് ലെറ്റർ നോക്കണം. അമീൻ അക്വ, ആരാ ആദ്യം വരുന്നത്? എം ക്യൂ ആദ്യം വരുന്ന ആരാ? യെസ്, അമീൻ ആണ് ആദ്യം വരുന്നത്. അല്ലെ? അതെ, അമീൻ ആണ് ആദ്യം വരുന്നത്. സോ അമീൻ വരുമ്പോഴത്തേനും നമുക്ക് പേര് എങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും? എത്ര അമീൻ ഗ്രൂപ്പുകളുണ്ട് ഇവിടെ? അമീൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 4 വരുമ്പോ നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മോണോ, 2 ഗ്രൂപ്പ് ആണെങ്കിൽ ഡൈ, 3 ഗ്രൂപ്പ് ആണെങ്കിൽ ട്രൈ, 4 ഗ്രൂപ്പ് ആണെങ്കിൽ ടെട്ര, 5 ആണെങ്കിൽ പെന്റ. അല്ലെ? നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി അത് പഠിച്ചിട്ടുള്ള. അപ്പൊ ഇവിടെ അമീൻ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? 4 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അല്ലെ? യെസ്. അപ്പൊ 4 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. സോ വി ക്യാൻ സേ, എന്ത് പറയാൻ പറ്റും? 4 അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ടെട്രാ അമീൻ. അല്ലെ? ടെട്രാ അമീൻ. അത് കഴിഞ്ഞിട്ട് അക്വ ഗ്രൂപ്പ് എത്ര എണ്ണം ഉണ്ട്? അക്വ ലിഗാൻഡ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ വി ക്യാൻ സേ ഡൈ അക്വ. ഡൈ 2, ഡൈ അക്വ. അല്ലെ? അപ്പൊ ടെട്രാ അമീൻ ഡൈ അക്വ. എന്താ ഇനി പറയുന്നത്? ടെട്രാ അമീൻ ഡൈ അക്വ, അതിന്റെ ലിഗാൻഡ് പറഞ്ഞു. ഇനി ആരുടെ പേര് പറയണം? ഇനി കോർഡിനേഷൻ സ്ഫിയറിനകത്ത് ആരും കൂടെ ഉണ്ട്, സെൻട്രൽ മെറ്റൽ ആറ്റം. ഏതാണ് അവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം? ക്രോമിയം. ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3. അത് ബ്രാക്കറ്റിൽ കാണിക്കണം. ഓക്കെ, അപ്പം ടെട്രാമീൻ ഡൈ അക്വ ക്രോമിയം 3. കഴിഞ്ഞോ? ഇല്ല. ഈ കോർഡിനേഷൻ സ്ഫിയറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. പുറത്ത് ആര് കിടപ്പുണ്ട്? ഒരു കൗണ്ടർ അയോൺ കിടപ്പുണ്ട്. കൗണ്ടർ അയോണിനെ നമ്മൾ എന്താ പറയാ? ട്രൈക്ലോറൈഡ് എന്നൊന്നും പറയരുത്. കാരണം ഒരിക്കലും കൗണ്ടർ അയോൺസിന്റെ നമ്പർ നമുക്ക് പറയേണ്ട കാര്യമില്ല. ആ കൗണ്ടർ അയോൺ ഏതാണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇത് ഏത് കൗണ്ടർ അയോൺ ആണ്? ക്ലോറൈഡ്. അപ്പൊ ജസ്റ്റ് ആ ക്ലോറൈഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ട്രൈക്ലോറൈഡ് എന്നൊന്നും പറയരുത്. നമ്മൾ ലിഗാൻസിന്റെ എണ്ണമേ പറയുന്നു. ഓക്കെ, കൗണ്ടർ അയോണിന്റെ എണ്ണം ഒരിക്കലും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ കൗണ്ടർ അയോണിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഈ കോമ്പൗണ്ടിനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട്, അല്ലെ, ഇപ്പോഴാണ് കഷ്ടപ്പാട് തോന്നുന്ന മക്കളെ, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ കുറെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും, രാത്രിയിലൊക്കെ വിളിച്ചിട്ട് എടാ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേരൊന്ന് പറയാൻ പറഞ്ഞാൽ അപ്പൊ പറയും നിങ്ങൾ. ഓക്കെ, ആദ്യം ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നാടാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ടെട്രാമീൻ ഡൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ രണ്ടാമത്തെ കോർഡിനേഷൻ കോമ്പൗണ്ടിനെ ഒരു പേര് അവന് കൊടുക്കാനായിട്ട് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. മിസ് ആൻസർ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഇവിടെ വെച്ചൊന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഒന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം എന്നാണ് മിസ് പറഞ്ഞത്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എല്ലാവരുടെയും, അതുവഴി സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെയും.
അതിനുശേഷം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുക. ലെഫ്റ്റിൽ ആരുടെ പേരാണോ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുക. ലിഗാൻസിന്റെ ഒക്കെ പേര് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ വേണം കേട്ടോ കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോരോ ഗ്രൂപ്പിന്റെ ഇപ്പൊ ടെട്രാ അമീൻ 2A ഒക്കെ ഉണ്ടെങ്കിലും ആ 2Aയും അടുത്തടുത്ത് തന്നെ, ഗ്യാപ്പ് ഒന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് ആൻസർ പറഞ്ഞു നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി എല്ലാവരുടെയും അല്ലെ, അതിനകത്ത് ബാക്കി എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം പൊട്ടാസ്യം ഒരു പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് +1. ഇവിടെ 2 പൊട്ടാസ്യം വരുന്നു. 2 പൊട്ടാസ്യം വരുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് +2. എത്രയാണ് വരുന്നത്? +2. 2 പൊട്ടാസ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ +2 വന്നത്. ഒരു പൊട്ടാസ്യം ആണെങ്കിൽ +1. ഓക്കെ. അതിനുശേഷം അടുത്തത് ദിസ് ഗ്രൂപ്പ് ഇസ് കോൾഡ് സയാനോ ലിഗാൻഡ് ആണ്. എത്ര ലിഗാൻഡ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഒരു സയാനോടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 അല്ലെ. ഒരു സയാനോടെ CN-1 ആണ്. അപ്പൊ 4 എണ്ണം വരുമ്പോ ദാറ്റ് ഈസ് -4. എത്ര എണ്ണം വരും? 4 എണ്ണം വരുമ്പോഴത്തേനും എത്ര വരും? -4 ആണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണ്? അയൺ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവന്മാരുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ആഡ് ചെയ്യണം. +2 -4 എത്ര ആൻസർ വരുന്നത്? നിങ്ങൾ പോളിനോമിയൽസ് ഒക്കെ പഠിച്ചല്ലേ മക്കളെ? പറ. എത്രയാണ്? +2 -4 എന്താണ്? ദാറ്റ് ഈസ് -2 ആണോ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അല്ല. എന്താ ഞാൻ പറഞ്ഞത്? അതിന്റെ ചാർജ് നേരെ ഓപ്പോസിറ്റ് സൈൻ നേരെ റിവേഴ്സ് ചെയ്യണം. അപ്പം -2. അപ്പം നമ്മൾ എന്താക്കണം? +2. സോ അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് +2 ആണ് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ. ഇപ്പൊ ഇനി ഇത് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേര് കൊടുത്തേ. ഇനി എളുപ്പമാ. പേര് കൊടുത്തേ. ആരാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന? ആരാണ് ആദ്യം വരുന്ന? അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആരാണ്? ദാറ്റ് ഈസ് പൊട്ടാസ്യം ആദ്യം വരുന്നു. പൊട്ടാസ്യം ആദ്യം വരുമ്പോഴത്തേനും നമുക്ക് പേര് കൊടുക്കാം. എന്താണ് പേര്? എന്താണ്? പൊട്ടാസ്യം വെളിയിലല്ലേ കിടക്കുന്നത്? കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ വെളിയിലാണ്. ദാറ്റ് ഈസ് പൊട്ടാസ്യം. അത് കഴിഞ്ഞിട്ട് ലിഗാൻഡിന്റെ പേര് വരുമ്പോൾ സയാനോ ആണ്. എത്ര സയാനോ ഉണ്ട്? 4 സയാനോ. സോ വി ക്യാൻ സേ ടെട്രാ സയാനോ. ദാറ്റ് ഈസ് ഫെറേറ്റ് എന്തുകൊണ്ടാ വന്നേ? ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഏത് വലത്ത് സൈഡിലാണ് വന്നേക്കുക. അപ്പൊ എൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അങ്ങനെ 8 അങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്താണ് പേരെന്താണ്? പൊട്ടാസ്യം ടെട്രാസയാനോ ഫെറേറ്റ്. ഓക്കെ, ക്ലിയർ. ഫൈനലി ഇതും ഞാൻ മൂന്ന് ടൈപ്പാണ് കേട്ടോ ചെയ്യിപ്പിച്ചേക്കുന്നത്. എല്ലാം ഒരേ ടൈപ്പ് അല്ല. സോറി, മൂന്ന് ടൈപ്പാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി എല്ലാ ടൈപ്പും മനസ്സിലായി പോകണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് ഫൈനലി ദിസ് വൺ. ഇതുപോലെ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതിന്റെ പേര് കൊടുക്കേണ്ടത്? ഇതൊരു നമ്മുടെ എന്താണ് കൗണ്ടർ അയോൺസ് ഒന്നും ഇതിനകത്ത് ഇല്ല അല്ലെ. കൗണ്ടർ അയോൺസ് ഒന്നും ഇതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ കാർബണൈൽ എന്ന് പറയുന്നത് എന്താണ്? കാർബണൈൽ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ന്യൂട്രൽ ലിഗാൻഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 0. അതിപ്പോ എത്ര എണ്ണമാണെങ്കിലും 4 എണ്ണം ആണെങ്കിലും 3 എണ്ണം ആണെങ്കിലും 4 കാർബണൈലിന്റെ ചാർജ് എന്ന് പറയുന്നത് 0. അപ്പൊ നിക്കലിന്റെ ചാർജ് 0 + 0 ദാറ്റ് ഈസ് 0. നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും എത്ര വരും? 0 വരുള്ളൂ. അപ്പൊ നമുക്ക് 0 ഒക്കെ ഭയങ്കര ശോകവാ. എനിവേ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ കൊടുക്കും നമ്മൾ ഇനി? യെസ്, പേര് കൊടുക്കുമ്പോഴത്തേനും എങ്ങനെ വരുന്നു മക്കളെ? പേര് കൊടുക്കുമ്പോ ദാറ്റ് ഈസ് ടെട്രാ കാർബണൈൽ നിക്കൽ 0. എത്ര കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്? 4. അപ്പം ടെട്രാ കാർബണൈൽ നിക്കൽ 0. ഇവിടെ കൗണ്ടർ അയോൺസ് ഒന്നുമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ചൊന്നും പരാമർശിക്കുന്നില്ല. ഓക്കെ. സോ ഈ രീതിയിലാണ് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് പേര് കൊടുക്കുന്നത്.
എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ചോദിച്ച GK ക്വസ്റ്റ്യൻ എന്തായിരുന്നു? GK ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ മറന്നുപോയി. ദാറ്റ് ഇസ് വിച്ച് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വിച്ച് സിറ്റി ഓഫ് ഇന്ത്യ ഹോസ്റ്റഡ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവൽ? ആദ്യത്തെ ഇന്റർനാഷണൽ സോളാർ ഫെസ്റ്റിവല് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ഏത് നഗരമാണ്? ആൻസർ ഈസ് ന്യൂഡൽഹി. ഏതാണ്? ന്യൂഡൽഹി ആണ് ഉത്തരം. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.